ക്യാമ്പിലാണ് അർജുൻ കല്യാണം എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നിപ്പോൾ എല്ലാ രേഖകളും വീണ്ടെടുക്കാൻ ഉള്ള മനുഷ്യർക്ക് വേണ്ടി ഒരു ക്യാമ്പ് എന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. നേരത്തെ ആധാരം നഷ്ടപ്പെട്ടവർ, വിദ്യാഭ്യാസ രേഖകൾ നഷ്ടപ്പെട്ടവർ, തദ്ദേശ സ്ഥാപനങ്ങളിലെ രേഖകൾ നഷ്ടപ്പെട്ടവർ, അങ്ങനെ പല ആളുകൾ നമ്മളെ വന്ന് കണ്ടിരുന്നു. സാറേ, ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് എല്ലാ രേഖകളും പോയി. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതിനൊരു അടയാളമില്ല എന്നുള്ളതാണ്. ഈ മരണ സർട്ടിഫിക്കറ്റ് എന്നൊരു നോവലുണ്ട് ആനന്ദിൻ്റെ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിൽ പോയി മടങ്ങുന്ന ഒരു ഉപഭോക്താവിൻ്റെ ജീവിതം അതിൽ വരച്ചു വയ്ക്കുന്നുണ്ട്. അങ്ങനൊരു ജീവിതം തങ്ങൾക്ക് വേണ്ടതില്ല, തങ്ങൾക്ക് തരരുതേ എന്നാണ് ആളുകൾ പറയാറ്. എനിക്ക് തോന്നുന്നു അങ്ങനൊരു അവസ്ഥ സൃഷ്ടിച്ചു കൊടുക്കേണ്ട എന്ന് സർക്കാരും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യം ബെയിലി പാലത്തിലുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ഉറ്റവരെ നഷ്ടപ്പെട്ട മനുഷ്യരുടെ ഒപ്പം ചില ജീവജാലങ്ങളുണ്ട്, സന്നദ്ധ പ്രവർത്തകർ, അവിടെ എത്തുന്ന മനുഷ്യർ, ഇവരെല്ലാവരും ഈ നായ്ക്കളെ പരിപാലിക്കുന്നുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ ഭയമില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന നായ്ക്കുട്ടികളെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. 2 നായ്ക്കൾ ഞങ്ങൾ സൂചിപ്പാറിൻ്റെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മളെക്കാളും മുന്നിൽ ആ നായ് പാഞ്ഞു പോവാണ്. അപ്പൊ നമ്മൾ അവിടുന്ന് ഇങ്ങനെ അണിയണി നമ്മൾ പരിചയമായി. പക്ഷെ നമ്മളെ കൂടെ വന്നിട്ട് നമുക്ക് അത് നിന്നപ്പോൾ ഒരു സംശയം തോന്നി. അവിടെ നമ്മൾ കുഴിച്ചെടുത്തപ്പോൾ അവിടെ കുഴിച്ചിങ്ങനെ മാന്തിയൊക്കെ നോക്കുമ്പോൾ ഒരു പൂച്ചന്റെ കഷ്ടം കിട്ടിയത്. പക്ഷെ ആ നായ് നിന്നിട്ടും പൂവനാണ് ഇങ്ങനെ പാഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ആ നായിനെ പിന്തുടർന്നു പോയി. പിന്നെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ആ പുഴ കടത്തിയിട്ട് നായിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് 2 നായ്ക്കൾ ഇവർ ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് കയ്യിലെടുത്താണ്. അപ്പൊ മൂപ്പർക്ക് അത് നിന്ന് പരിചയമല്ല. തിരച്ചിലിന് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അവർക്കുള്ള ഫുഡും കയ്യിൽ കരുതി. ഇപ്പൊ തിരച്ചിൽ എന്ന് പറഞ്ഞാലേ ഇന്ന് തിരച്ചിലിന് പോയപ്പോൾ മൃഗങ്ങൾക്കുള്ള ഫുഡും കൂടെ കയ്യിൽ കരുതി. വേറൊരു കാര്യമാണ്, ഇനി തെരച്ചിലല്ല, എയർലിഫ്റ്റ് ചെയ്തിട്ട് സാധനം കണ്ടെത്തിയിട്ട് PP കിറ്റും ഒക്കെ ആയിട്ട് സജീവമായി അതിന്റെ ഒരു ആസൂത്രണത്തിൽ പോകണം. എന്നാലേ ബോഡി കിട്ടുള്ളൂ. തെരഞ്ഞിട്ട് ഇനി ബോഡി കിട്ടാൻ അധികമല്ല. അത് സൂചിപ്പാറ മുകളിലാണ് ഇനിയുള്ളത്. അത് എയർലിഫ്റ്റ് ചെയ്തല്ലാണ്ട് എടുക്കാൻ കഴിയില്ല. അപ്പൊ എയർലിഫ്റ്റ് ചെയ്യണമെങ്കിൽ സാധനം എവിടെയാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കണം. അതിന് നമ്മളെ സുരക്ഷിതത്വത്തിനനുസരിച്ചുള്ള ചില ആളുകളെ തെരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പോകാൻ തയ്യാറായിട്ടാണ് വന്നത്. അരുൺ, ഒരു വല്ലാത്തൊരു കാഴ്ചയാണ്. കാരണം നമ്മൾ സാധാരണ ഈ രക്ഷാപ്രവർത്തകർ പോകുമ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഫുഡും വെള്ളവും സ്നാക്സും ഒക്കെ കരുതി പോവാണ്. ഇന്നിപ്പോൾ ഈ പുള്ളി കയ്യിൽ കൊണ്ടുവരുന്നത് ഈ പട്ടിക്കുള്ള ബിസ്ക്കറ്റാണ്. കാരണം ഇന്നലെ തെരച്ചിലിന് പോയപ്പോൾ 2 പട്ടികളൊപ്പം കൂടിയിരുന്നു. അവരവിടെ സ്നേഹിച്ച് അവരൊരു പരിചയമായി കമ്പനിയായി. അപ്പൊ ഇന്ന് പോകുമ്പോൾ അവർ കാണുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള, പുള്ളിക്ക് കഴിക്കാനുള്ള ഫുഡും വെള്ളമൊന്നും കയ്യിലില്ല, പക്ഷെ ആ നായകൾക്ക് കൊടുക്കാനുള്ള ഫുഡുമായി കയ്യിൽ കരുതി വരുന്ന മനുഷ്യരാണ്. അങ്ങനത്തെ പലതരം കാഴ്ചകൾക്ക് കൂടിയാണ് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് വേദിയാകുന്നത്, സാക്ഷിയാകുന്നത് അരുൺകുമാർ. അതെ, അല്ലമീൻ ഹൃദയത്തിൽ തൊടുന്ന കാഴ്ചകളാണ്. മാത്രമല്ല അതിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ബിസ്ക്കറ്റൊന്നും ഈ നായകൾ കഴിക്കുന്നില്ല എന്നുള്ളത്. ഇതൊന്നും കഴിച്ച് ശീലമുള്ള നായ്ക്കളല്ല അത്. അവിടെ സാധാരണ പാടിയിൽ ജീവിക്കുന്ന, ചൂരൽമല എന്നൊരു സാധാരണ ഗ്രാമത്തിൽ ജീവിക്കുന്ന മനുഷ്യരുമായിട്ട് അത്രമേൽ ഇടപഴകി ജീവിക്കുന്ന നായ്ക്കളാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ, അവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും നായകൾ കഴിക്കുക. നായകൾക്ക് പ്രത്യേകിച്ച് ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തൊരു ഗ്രാമമാണ്. അപ്പോൾ അതുകൊണ്ട് നായകൾക്ക് ഇങ്ങനെ കുറച്ച് നേരം അത് സ്മെല്ല് ചെയ്തിട്ട് പോയി, ഇത് എൻ്റെ ആൾക്കാർ തരുന്ന ഭക്ഷണമല്ല, ഞാൻ അത് കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് പുള്ളി അതിനകത്ത് വലിയ താല്പര്യം കാണിക്കാതെ ഈ നായ പോയ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. പലപ്പോഴും നമ്മളും അങ്ങനെയാണ്. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ കിട്ടിയാൽ മതി ജീവിതം സുന്ദരമാവാൻ. ഞാനെപ്പോഴും പറയാറുണ്ട്, നമുക്ക് നല്ല സുഖകരമായ ഉറക്കം കിട്ടണമെങ്കിൽ വലിയ സ്റ്റാർ ഹോട്ടലിൽ കിടന്നുറങ്ങണ്ട. നന്നായി പണിയെടുത്ത് ആരെയും വിഷമിപ്പിക്കാതെ, ആർക്കും ദ്രോഹമൊന്നും ചെയ്യാതെ, ആരും നമ്മുടെ ദ്രോഹം ചെയ്യില്ല എന്ന് കണക്കാക്കി സമാധാനത്തോടു പോയി കിടന്ന് കിട്ടുന്നൊരു 5-5